എല്ലാ മലയാള പ്രേക്ഷകർക്ക് അച്ഛൻ ദിലീസിൻ്റെ ഓടിയൊക്കെ സ്വാഗതം. ഗായ്സ്, നമ്മൾ ഗ്രാൻഡ് ചാപ്റ്റർ 2-ൻ്റെ ബാക്കിയുള്ള പാർട്ട് 2 ആണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ലാസ്റ്റ് ഹാൻഡ് വീൽ കിട്ടിയ സമയത്താണ് വലിയ ഉപകാരമൊന്നുമില്ലാത്ത സാധനമാണ് നമ്മൾ ലാസ്റ്റ് നിർത്താൻ കാരണം. വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ്. നമുക്ക് ബാക്കി കളിക്കാം. എപ്പോഴും പറയണം സബ്സ്ക്രൈബ്, ലൈക്ക്. ഗായ്സ് തുടങ്ങിയപ്പോൾ തന്നെ ഗായ്സ് ഗ്രാൻഡ് പി വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാൻ്റെ നിന്നാണ് നല്ല ബുദ്ധിമുട്ട്. മുതുക്കം തന്ത അതവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യുക? ഒരു ഐഡിയ ഗായ്സ്, നമുക്കിതെങ്ങനെ പോയിട്ട് അടുക്കള വഴി നേരെ പോയിട്ട് ആ വഴി സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങുക. അതാണ് നല്ലത് തോന്നുന്നു ഗായ്സ് എനിക്ക്. ഇവിടെ എനിക്ക് അയാൾ അവിടെ നിൽക്കണം ഗ്യാപ്പിൽ നമുക്ക് ധൈര്യം പോവാം. അത് സിമ്പിളാണ് ഗായ്സ്. അപ്പം നമുക്കത് ചെയ്യാം. പാർട്ട് 1 എല്ലാവരും കാണണം മറക്കാണ്ട്. മാത്രമേ ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പാർട്ട് 1 ഉറപ്പായും കാണണം. അടിയുള്ള ക്രോബാർ വെച്ച് തുറന്നിട്ട് അത് ഷോർട്ട് ഗണ്ണാണ്. അത് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് നമുക്കിത് അടച്ചിട്ടുണ്ട്. അത് തന്തം വരും. ആ തന്ത വരുന്ന ഗ്യാപ്പിൽ നമുക്ക് മുകളിൽ പോകാം. തന്ത വരുന്നവർ വേണം വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് തന്ത വരുന്നില്ല ഗൈസ്. നമ്മളിനി എന്ത് ചെയ്യും? നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് വരാം. നോക്കാം. അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് സ്വിച്ച് നോക്കി നോക്കാം. അപ്പം അടയുമ്പോൾ അത് വരും. അപ്പോൾ ഗ്യാപ്പിൽ നമുക്ക് വേഗം രക്ഷപ്പെടാം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് അടുത്ത് പോയി നോക്കണം. നോക്കാം ഗായ്സ്. അടുത്ത് പോയി നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കാം. അടുത്ത് അയ്യോ പെട്ടു ഗായ്സ്. കണ്ടില്ല ഗായ്സ്. ഏതോ ഭാഗം നമുക്ക് കാണാണ്ട് ഗ്രാൻഡ് പാൻ്റെ മുന്നിൽ കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി മോളിൽ പോവാം. ഇതിലെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നുണ്ടായിരുന്നില്ല. ഇതിലും ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തു ഗായ്സ്. നമുക്ക് മോളിൽ പോവാം. മോളിൽ പോയിട്ട് ആവശ്യമുള്ളതിന് അടുത്തത് ഇതിൻ്റെ ഈ സീക്രട്ട് റൂമിൽ കൂടെ പോകണം. നമ്മൾ പോയിട്ടില്ല. ഏറ്റവും ആവശ്യമുള്ള സാധനം ഗായ്സ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഹെലികോപ്റ്റർ എസ്കേപ്പിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഗ്യാസ് ലൈന്. പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മോളിൽ പോവാം ഗായ്സ്. നമുക്കിനി മോളിൽ പോയിട്ട് ഈ ഫോട്ടോൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ കാണിക്കാൻ മറന്നു. ഫസ്റ്റ് പാർട്ടിലുണ്ട് എന്ന് നോക്കണം. ഹെഡ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഇനി ബോഡി സ്റ്റിക്കറും പിന്നെ കാലിൻ്റെ ആ ഭാഗത്തുള്ള സ്റ്റിക്കറും കൂടിയും കിട്ടണം. നമുക്ക് മറ്റേ സ്റ്റിക്കർ എൻ്റെ ഓർമ്മ മറ്റേ ഗ്രാൻഡ് പാ കടക്കണ സ്ഥലമല്ലേ, അവിടെ ടേബിളും വേണമെന്നാണ് തോന്നുന്നത്. നമുക്കിത് ഈ വഴി നേരെ ഇറങ്ങാം. ഈ ഷോക്ക് ഷെൽഫിൽ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് വെളിച്ച് നോക്കാം. ഇതിലൊന്നുമില്ല ഗൈസ്. നമുക്ക് ആ പടിക്ക് പോവാം. ഇവിടെ എവിടെയാണ് ഗ്രാൻഡ് പാ ഉണ്ടായില്ല. ഗ്രാൻഡ് പാ ഇല്ല ഗൈസ്. ഭാഗ്യമുണ്ട്. ഞാൻ പറഞ്ഞ ബോഡീൻ്റെ പീസ് ഇവിടെ ഇടുന്നതാണ്. നമുക്കിത് പോയി വെച്ചിട്ട് വരാം. നമുക്ക് വേഗം ഇതാക്കിയിട്ട് മുകളിലുള്ളത് ബോഡി സ്റ്റിക്കറിന് കാലിൻ്റെ ഭാഗത്തുള്ള സ്റ്റിക്കറും കൂടിയും കിട്ടണം. അതെവിടെയായിരുന്നു? വ്രഞ്ച് നമ്മൾ കറക്കിയിരുന്ന സ്ഥലത്താണ് അത് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. അവിടെ തന്നെയാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. പോയി നോക്കാം. നമുക്കിത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ ബോട്ട് അത് ആവശ്യമില്ലാത്ത സാധനമാണ്. ഗ്രാൻഡ് പാ വരുന്നുണ്ട്. ഗ്രാൻഡ് പാ നമുക്ക് ചാടാം. ഇനി വേഗം നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഗ്രാൻഡ് പാ കണ്ടാലാണ് മെയിൻ പ്രശ്നം. ഗ്രാൻഡ് പാ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാമെന്നില്ല. നമുക്കിനി വീൽ ക്രാങ്ക് ഉള്ള സ്ഥലത്ത് പോവാം. വീൽ ക്രാങ്ക് അല്ല, വ്രഞ്ചുള്ള സ്ഥലത്ത് പോവാം. എപ്പോഴും വായ തെറ്റും. വീൽ ക്രാങ്ക് വ്രഞ്ച് ഉള്ള സ്ഥലത്ത് പോവാം. കാണാൻ ഗുഹ പോലത്തെ സ്ഥലത്താണ് വ്രഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗുഹയിലുള്ളിൽ കുഞ്ഞു പോകണം. അതാ സ്റ്റിക്കർ കാലിൻ്റെ ഭാഗത്തുള്ള സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കാൻ നമുക്ക് പോയിട്ട് അത് ഓപ്പൺ ആക്കി കാരണം ഡോർ ഓണാകും. ഡോർ തുറന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് ഇത് ഡോർ ഓപ്പൺ ആയതിന് ശേഷം വേറെ എന്തുകൊണ്ട് അതും കൂടി ചെയ്തു കാരണം നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് എത്താം. അയ്യോ ഗ്രാസ് മുതുക്കൻ തന്ത. ഈ തന്ത ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഐഡിയ ഇതിൽ കൂടെ കയറാം. ഈ വാതിലടച്ചിട്ട് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് എടുത്ത് ചാടി നോക്കാമോ? അയ്യോ ഡോർ വേഗം തുറക്കുന്നത്. അയ്യോ ഇവിടേക്കും വന്നാൽ തന്ത. ഇപ്പുറത്തേക്ക് പോവുക. ഇപ്പുറത്തെ റൂമിൽ പോവുക. അയാൾ ഇപ്പോൾ ആ റൂമിൽ കയറിയിട്ടുണ്ടാവും.
അല്ല കാശ് ഇവിടെ വരുന്ന കാശ് നമ്മൾ പിന്നെയും പൊട്ട് പുറത്തേക്ക് ചാടാൻ വേറെ നമുക്ക് കട്ടിൻ്റെ അടി ഒളിച്ച് നിൽക്കുക അതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതോ കാശ് അവൻ വരുന്നു മുതുക്കം തന്ത ഈ മുതുക്കം തന്ത കാരണമാണ് നമ്മൾ തന്നെ പെട്ടത് കാശ് അവൻ്റെ കാല് നോക്ക് ചെരുപ്പാണോ കാലാണോ ചോര വെച്ച് മൂടിയിരിക്കണ് അവൻ ദാ ഇവിടേക്ക് പോകുന്നുണ്ട് കാശ് നമുക്ക് ഇതാക്കാം പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്നുകൊണ്ട് കാശ് എനിക്ക് സൗണ്ടിൻ്റെ ഇഷ്യൂ എൻ്റെ ചങ്ക് വേദനയാണ് ചെറുതായിട്ട് അതുകൊണ്ട് സൗണ്ടിൻ്റെ ഇഷ്യൂ ആണ് എല്ലാവരും കാര്യമാക്കി എടുക്കരുത് നമുക്ക് പ്ലീസ് എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ് ഈ കോണി കയറുമ്പോൾ ബെൽറ്റടിച്ച് വീഴണത് എപ്പോഴും എനിക്ക് മണ്ടായി പിന്നെയും പിന്നെയും വീണതായതാണ് തീരെ പിടിക്കാത്ത കാര്യം ഗായ്സ് ഇനി ഞാൻ വീണ് പറഞ്ഞ ഗെയിം പ്ലേയിങ് നിർത്തും ഇത് ഉറപ്പാണ് ഇനി വീഴാണ്ടേ ഞാൻ പോകും യെസ് ഗായ്സ് ഞാൻ കയറിയിരുന്നു ഐക്യു വേണം ഗായ്സ് ഇതൊക്കെ ചെയ്യാൻ വെറുതെ പറഞ്ഞാണ് അത് സ്ട്രൈറ്റിൽ നിന്ന് ചെയ്താൽ കിട്ടും ഗായ്സ് അടുത്ത് നിന്നാൽ നമുക്ക് ഡോർ ഓപ്പണാക്കി പോവാം ഇത് അടുത്തത് എന്തായിരിക്കും ഇതെന്താ സംഭവം ഗായ്സ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായി തോക്ക് വെച്ച് വെടി അയക്കേണ്ടതാണ് അതാ ഉന്നബോഡിക്ക് വെടി അയക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് എനിക്ക് തോക്ക് നമ്മൾ എവിടെ ഇട്ടുണ്ടായിരുന്നു അടുക്കളേൻ്റെ അവിടെ തോന്നുന്നു നമുക്ക് ഈ ചെറിയ ഡ്രാപ്പിൽ കൂടെ ഇറങ്ങി പോവാം അടുക്കളേൻ്റെ അവിടെ നമ്മൾ മുത്തച്ഛനെ വെടി വെച്ചിട്ട സമയത്ത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സെക്യൂരിറ്റിക്ക് എടുത്തിട്ട് പോവുക ചെയ്തു അപ്പോൾ കാശ് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇത് എടുക്കാം ഫസ്റ്റ് നമുക്ക് വേഗം പോയിട്ട് അത് വെടിവെച്ചെല്ലാം ഇതാക്കും എന്നിട്ട് അടുത്തതാ പോവാൻ ഹെലികോപ്റ്റർ ഇതാക്കാം വേഗം ചെയ്യണം അതൊക്കെ വേഗം ചെയ്തില്ലെങ്കിൽ ആ ഗ്രാൻഡ് പാന്ന് കൊല്ലും നമുക്ക് വേഗം പോയി വെടി വെക്കാം സ്റ്റിക്കർ കാണുമ്പോൾ എനിക്ക് ചിരി വേണ്ട അവൻ്റെ മുട്ടും കാര്യം വേണ്ട നമുക്ക് വേഗം വെടി വെക്കത് എവിടെയാണിത് പോയി ഗൈസ് പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇതൊരു പാറ്റേൺ ആണ് നോക്കൂ ഗൈസ് പാറ്റേൺ പോലെ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുതാണ് പിന്നെ നല്ല ഹൈറ്റിൽ പോണ് പിന്നെ ഇതാ നല്ല ഹൈറ്റ് ചെറുതാക്കി പോണ് പിന്നെ നല്ല ഹൈറ്റ് ആടി പോണ് ഇനി അടുത്ത ചെറുതായി വരും അപ്പോഴാണ് വെടിയൊക്കെ ഉണ്ട് മനസ്സിലായ പാറ്റേൺ അപ്പോൾ അടുത്തത് ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ നല്ല ശക്തിയിലാടും ഇനി അടുത്ത ചെറുതായി പോകുമ്പോൾ വെടിച്ച് ഗൈസ് പറ്റുന്നില്ല എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല ഗൈസ് പറ്റുന്നില്ല അടുത്തത് ഉറപ്പാൻ വെടിച്ചു യെസ് ഗൈസ് കിട്ടി എനിക്ക് ശ്രദ്ധ ഒരു പേടിയാണ് ഗൈസ് അത് വെടിവെച്ച് പോയാൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ല ആളാണെങ്കിൽ വരും ഗൈസ് അത് പറ്റില്ല അടുത്ത നോക്കാം ഇതപ്പം വന്ന് വെടിവെച്ച് അങ്ങനെ അടുത്തത് ബുള്ളറ്റ് എടുക്കാം ലോഡ് ചെയ്യുക നമുക്കിങ്ങനെയാണെങ്കിൽ സുഖത്തിൽ ബുള്ളറ്റ് കഴിഞ്ഞാലും എടുക്കാമല്ലോ ചെറുതിപ്പം പക്ഷേ വെടിയൊക്കെ ഒരു ധൈര്യം വരും ഗൈസ് നമുക്ക് ചെറുതായിരുന്നാൽ നല്ല ശക്തി ആടും ഇനി ചെറുതായി വരുമ്പോൾ വെടിച്ച് ഇത്രേ ഉള്ളൂ ഗൈസ് തോക്ക് ഇവിടെ ഇട്ടോട്ട് പോകാം നമുക്ക് ഇതാക്കാം അടുത്തത് എനിക്ക് തോന്നുന്നത് ഗൈസ് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായി ഗൈസ് എന്ത് മറ്റേ സാധനം ഗൈസ് നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ ഗ്ലാസ് ഫ്യൂസ് നമ്മൾ എടുത്ത് വെച്ചില്ലേ ആ ബോട്ടിൻ്റെ അവിടെ ആ ഗ്ലാസ് ഫ്യൂസാണ് തോന്നുന്നു ഇവിടെ വെക്കേണ്ടത് അപ്പം പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടാകും ഞാൻ പറഞ്ഞതായിരുന്നു അത് ഇപ്പോഴും മനസ്സിലായത് ഗൈസ് നമുക്ക് പോയി ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ട് വരാം നമുക്ക് ഈ തോക്ക് ആവശ്യം വരും കൈ പിടിക്കാം ഇത് ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു ചെങ്ങലക്കൂട്ടിൽ കണ്ടോ ഇത് നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം നോക്കിയിട്ട് ഒരു വെടി വെക്കാം ഒരു വെടി വെക്കാം നമുക്ക് വേഗം ഇതാക്കാം നമുക്ക് അയ്യോ ഗൈസ് അതിന് മറ്റേത് വേണം എന്തായിരുന്നു അതിൻ്റെ പേര് എന്താ ചെയിൻ കട്ടർ അങ്ങനെ എന്തോ ആയിരുന്നു ഗൈസ് അതിൻ്റെ പേര് ഗൈസ് ഇതാ മുതുക്കം തന്ത ഈ മുതുക്കം തന്നതിനെ കൊണ്ടുള്ള തോറ്റ് ഗ്രാൻഡ് പാൻ എങ്ങനെ ഇതാക്കും കുറച്ച് വെയിറ്റ് ചെയ്യാം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എപ്പോൾ പോകും നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തൊക്കെ ഓക്കേക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം
അയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാൾ വീഡിയോ ക്ലിപ്പ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അത് ക്യാമറ വിഷ്വൽസാണ്. ഞാൻ നമുക്ക് എന്താ ചെയ്യപ്പോൾ ഇയാൾക്ക് ഇവിടെ നിൽക്കണം. നമ്മളിപ്പോൾ എങ്ങനെ നിലത്ത് കറങ്ങും? ഇയാളിപ്പോൾ ഒന്നും പോവില്ല പണ്ടാരം. അയാൾ പോയിട്ട് വേണം നിലത്ത് കറങ്ങിയിട്ട് ഗ്ലാസ് പീസ് കൊടുത്തിട്ട് വന്നത്. ഗ്ലാസ് പീസും കൂടി കിട്ടി പറഞ്ഞാൽ പിന്നെ എല്ലാം ഖത്തം, റെഡിയായി. നമുക്ക് പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ഗ്യാസ് ലൈനും പിന്നെ ഹെലികോപ്റ്റർ കീയും പിന്നെ ടാപ്പും ഒക്കെയാണ് തോന്നുന്ന ആവശ്യം. അതൊക്കെ ഞാൻ കളിക്കുമ്പോൾ കാശുണ്ടായിരുന്നത്. അങ്ങനെ ഓർമ്മ ഞാൻ കളിക്കുമ്പോഴല്ല, എൻ്റെ ഇക്ക കളിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. നമുക്ക് ഒരു ഐഡിയ, നമുക്ക് ഇവനെ കാത്തുനിന്ന ഇവൻ പൊങ്ങൂല. നമുക്ക് മറ്റേ വഴി ചാടാം. നടക്കുള്ളൂ ഗൈസ്. എവിടെയാണ് വഴി? ഞാൻ മറക്കും ഗൈസ്. ഇതാണ് വഴി. അവൻ പോയാ? ഇല്ല ഗൈസ്, അവൻ പോകുള്ളൂ. എനിക്കറിയാം നമ്മളിവിടെ എവിടെയോ ഉണ്ട്, അതുകൊണ്ട് അവൻ വെയിറ്റ് ചെയ്യണം. ചാടാം. നമുക്ക് ഗൈസ് അവളെ കണ്ടുവെന്ന് സംശയം. ഗൈസ് കണ്ടുവെന്ന് തോന്നുന്നു. നമുക്ക് അത് ഓടാം. ഗ്യാസ് ലൈൻ എടുത്തിട്ട് വരാം. സോറി, ഗ്യാസ് ലൈൻ അല്ല, ഗ്ലാസ് ഫ്യൂസ്. ഗ്ലാസ് ഫ്യൂസ് ഇവിടെ എവിടെ ആയിരുന്നില്ല നമ്മൾ പാർട്ട് 1 നമുക്കിത് അതായത് ഗൈസ് ഗ്ലാസ് ഫ്യൂസ്. ഇതാണ് ഗ്ലാസ് ഫ്യൂസ്. നമുക്കിത് വേഗം പോയി മുകളിൽ വെച്ചിട്ട് വരാം. മുകളിൽ വെക്കുമ്പോൾ ഗ്രാൻഡ് പങ്ങാനും വന്ന് പറഞ്ഞാൽ കഥമായി. അയ്യോ, ഈ തന്തപ്പടിക്ക് കഴിഞ്ഞ 100 ആയുസാണ് ഗൈസ്. 100 ആയുസ്. പറഞ്ഞാൽ അപ്പം വരും ബ്ലഡിലെസ് തന്തപ്പടി. നമുക്ക് വേഗം പോയി വെച്ചിട്ട് വരാം. ഗെയിമിന് സ്പീഡ് കുറവാണ്. ഓടുമ്പോൾ സ്പീഡില്ല. ഇപ്പോൾ ഉണ്ട് പ്ലെയിനായ സ്ഥലത്തൊക്കെ സ്പീഡ് കിട്ടും, അല്ലാത്തോടൊന്നും സ്പീഡേ കിട്ടില്ല. നമുക്ക് ഗ്ലാസ് പീസ് വെക്കാം. വേഗം പോയിട്ട് നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഗൈസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആക്കുകയാണ്. പാർട്ട് 3 കമൻറ്റ് ചെയ്യുക, ഉടൻ വരും.